നെന്മാറ എം എൽ എ ശ്രീ കെ ബാബു ചേരുന്നു. ശ്രീ കെ ബാബു, ഈ അങ്ങേയറ്റം ഞെട്ടിക്കുന്ന ഈ ഇരട്ട കൊലപാതകത്തിന്റെ കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും അങ്ങേക്ക് അറിവുള്ളതാണോ? യഥാർത്ഥത്തിൽ ഈ ചെന്താമര നേരത്തെ തന്നെ സുധാകരന്റെ ഭാര്യയെ കൊലപ്പെടുത്തിയതാണ്. പിന്നീട് അയാള് എനിക്ക് തോന്നുന്നു ഇപ്പൊ പരവള്ളു വന്നിട്ട് ഇപ്പൊ 1 മാസത്തിലേറെ ആയി അവിടെ തന്നെ ഉണ്ട്. പലപ്പോഴും ഈ 2019 ഞാനൊരു പഴയ വാർത്ത തെരഞ്ഞപ്പോ 2019 സുധാകരന്റെ ഭാര്യ സജിതയെ 35 വയസ്സേ ഉള്ളൂ വീട്ടിൽ കയറി വെട്ടി കൊലപ്പെടുത്തുന്നത്. ഇത്രയും വർഷം ശേഷം അയാൾക്ക് എന്തോ അത്രയും പക ഉള്ളിൽ സൂക്ഷിക്കുന്ന ഒരാളാണ്, ഒരു കുറ്റവാളിയാണ് അല്ലേ? അല്ല, അതൊരു സംശയരോഗം, രണ്ടാമത്തെ ഈ പകയും കൊണ്ട് നടക്കുക എന്ന് പറഞ്ഞാൽ ആളുകൾ തന്നെ അവിടെ ഞാൻ മനസ്സിലാക്കിയത് ഈ കക്ഷി വന്നതിന് ശേഷം അത്തരമൊരു വൈരാഗ്യത്തോടു കൂടിയുള്ള സമീപനം ഇപ്പൊ കൊലചെയ്യപ്പെട്ട ലക്ഷ്മിയും അതുപോലെ തന്നെ സുധാകരനുമായിട്ടുണ്ടായിരുന്നു എന്നാണ് പൊതുവിൽ നാട്ടിലെ എല്ലാ ആളുകളും പറയുന്നത്. വളരെ ക്രൂരമായ കൊലപാതകം. MLA ഈ പ്രതി പിടിയിലായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ അങ്ങനെ അറിവുണ്ടോ? അല്ല, പിടിയില. അവിടുന്ന് ആ കൊലപാതകം കഴിഞ്ഞതിന് ശേഷം നേരെ അവിടുന്ന് പുറത്ത് ഓടിപ്പോവുകയാണ് ചെയ്തിട്ടുള്ളത്. കാരണം അതിന്റെ തൊട്ട് കിടക്കുന്നത് പോത്തുണ്ടി ഡാം സൈറ്റും മലനിരയാണ്, നെല്ലിയാമ്പതിയുടെ താഴ്വാരമാണ് ഷെത്തല് ഇത്. അപ്പൊ അതുകൊണ്ട് കാട്ടിനകത്തേക്ക് കയറിയാൽ എത്ര ദൂരം വേണമെങ്കിലും അവന് പോകാൻ അറിയാം. കാരണം ഈ ചെന്താമര എന്ന് പറയുന്നത് അവിടെ എല്ലാം ചേരാൻ പരിചയമുള്ള ആളും അതുപോലെ തന്നെ ഈ ഒരു ക്രിമിനൽ മൈൻഡ് ആകുമ്പോൾ എവിടെ വേണമെങ്കിലും എത്തിപ്പിടിക്കാം. അങ്ങനെ എന്തായാലും പോലീസും അതുപോലെ തന്നെ അവിടുത്തെ ജനങ്ങളും വളരെ ജാഗ്രതയോടുകൂടി തന്നെ അവിടെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. DVSP സ്ഥലത്തെത്തിയിട്ടുണ്ട്, മറ്റു പോലീസ് ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ ജനങ്ങളും അവിടെ ഇതിന്റെ ഒരു ജാഗ്രതയോടുകൂടി തന്നെ അവനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. താങ്ക് യു MLA. അവിടുത്തെ ഒരു പ്രാദേശിക നേതാവ് ശ്രീ വിനോദ് നെന്മാർ ചേരുന്നുണ്ട്. ശ്രീ വിനോദ്, ഈ കൃത്യം നടത്തിയതിനു ശേഷം ഈ ചെന്താമര രക്ഷപ്പെടുകയായിരുന്നോ? അറിയാൻ കഴിയുന്നുണ്ടോ? 2 വർഷം മുമ്പ് പുള്ളിയുടെ ഭാര്യ ഈ മരണപ്പെട്ടിരുന്നു. അതിന് കാരണക്കാരാണ് ഈ അയൽവാസികളെന്ന് ആരോപിച്ചാണ് ഈ കൊല നടന്നിട്ടുള്ളത്. ജാമ്യം കിട്ടി ജയിലിൽ നിന്ന് വന്ന ഉടനെ അമ്മയും മകനെയും വെട്ടിക്കൊന്ന ആള് രക്ഷപ്പെട്ടു എന്നാണ് കിട്ടുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ചെന്താമരയുടെ ഭാര്യ മരിച്ചു, അങ്ങനെയാണോ? അതെ അതെ. ഓ, അപ്പൊ ഇപ്പോ ഇയാൾ തന്നെ ഈ സുധാകരന്റെ ഭാര്യ സജിതയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയുമാണ്. അതെ അതെ. ഇയാൾ എന്താണ് ജാമ്യത്തിൽ ഇറങ്ങിയെന്ന് അറിയാൻ കഴിയുന്നുണ്ടോ വിനോദ്? കഴിഞ്ഞ ദിവസമാണ് ജാമ്യത്തിൽ ഇറങ്ങിയതായിട്ട് വിവരം കിട്ടിയത്. ഇറങ്ങിയ ഉടനെ ഈ കൃത്യം നിർവഹിച്ച് രക്ഷപ്പെടുകയാണെന്നാണ് അവിടെ പ്രദേശത്ത് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത്. മൃതദേഹങ്ങൾ നെന്മാറ ഗവൺമെന്റ് ആശുപത്രിയിൽ ഉണ്ടെന്ന് പറയുന്നത്. പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാകും അവിടെ അല്ലേ? അതെ അതെ അതെ. ഓക്കെ, താങ്ക് യു. വിനോദ് നെന്മാർ, അവിടുത്തെ പ്രാദേശിക കോൺഗ്രസ് നേതാവാണ് വിനോദ്.